മത്സരമുണ്ട് എല്ലായിടത്തും. എവിടെയും മത്സരമില്ല. ഐക്യജനാധിപത്യ മുന്നണി വോക്ക് ഓവറാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഒരു സീറ്റിലും, താങ്കൾ ചോദിച്ചതിന് മറുചോദ്യമായിട്ട് ഞാൻ പറയുകയാണെന്ന് ധരിക്കരുത്, ഒരു സീറ്റിലും ഐക്യജനാധിപത്യ മുന്നണി തോൽക്കും എന്നാരും പറയുന്നില്ല. ജയിക്കുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും തോൽക്കും എന്ന് ഉറപ്പിച്ചത് പറയാൻ ധാരാളം സീറ്റുകളുണ്ട്. എന്തോ ഏതാ? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മലപ്പുറം സീറ്റിൽ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? വയനാട്ടിൽ ചർച്ച ചെയ്യുന്നുണ്ടോ? പട്ടിക നീട്ടണ്ട, ഒരു ഉദാഹരണം അല്ല. അങ്ങനെ എത്രയോ സീറ്റുകളുണ്ട്. ഇപ്പൊ പത്തനംതിട്ടയില്ലേ, ഈ പത്തനംതിട്ടയിൽ യാതൊരു സംശയവും വേണ്ട, ആന്റണി ജയിക്കും. BJPയും UDFുമായി മത്സരം ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് 3 തെരഞ്ഞെടുപ്പുകളായിട്ട്. അത് ഏതാണ്ട് ആ രീതിയിൽ തന്നെ തുടരുന്നു എന്നാണ് ഞാൻ അവിടെ ചുമതലയും കൂടെ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഫീൽ അതാണ്. തൃശ്ശൂരിൽ അങ്ങനെ ഒരു ഫീലൊക്കെ തുടങ്ങിയെങ്കിലും അത് കാണുന്നില്ല, ആ ശോഭ കാണുന്നില്ല. അതേപോലെ തന്നെ ആറ്റിങ്ങലിൽ ത്രികോണ മത്സരം, അക്ഷരാർത്ഥത്തിലുള്ള ഒരു ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. ആലപ്പുഴയിൽ UDFും LDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. അതെന്നോട് ചോദിക്കേണ്ട ഒരു ചോദ്യമല്ല എങ്കിൽ പോലും വാസ്തവത്തിൽ എന്താണ് BJP ചെയ്തത്? AK ആന്റണി കോൺഗ്രസിന്റെ മാത്രം ഒരു നേതാവാണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നതിനേക്കാൾ ഉപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിമതിയുടെ കറ പുരളാത്തൊരു നേതാവ്. ആന്റണി മന്ത്രിയായിരുന്ന സമയത്ത് പ്രതിപക്ഷങ്ങൾ പോലും അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല. അതും പ്രതിരോധ വകുപ്പിനെ പോലുള്ള വകുപ്പ് കൈകാര്യം ചെയ്തിട്ട്. അപ്പൊ അത്തരത്തിൽ മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്, രാഷ്ട്രീയത്തിലെ ഒരു സൂര്യ തേജസ്സാണ് AK ആന്റണി. ആ AK ആന്റണിയെ ടാർണിഷ് ചെയ്യുക, അദ്ദേഹത്തിന്റെ മകനെ പിടിച്ചുകൊണ്ടുപോവുക, അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ BJPയുടെ സമുന്നതരായ എത്രയോ നേതാക്കന്മാരുണ്ടായിട്ടും അവർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥാനത്ത് അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചത് BJPയിലെ പ്രവർത്തനം കൊണ്ടല്ല എന്നുള്ള കാര്യം വ്യക്തമല്ലേ? മറിച്ച് ആന്റണിയെ തകർക്കുക. അപ്പൊ ആന്റണിയെ തകർക്കുന്നതിലൂടെ കോൺഗ്രസിനെ തകർക്കുക, UDFിനെ തകർക്കുക. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള മറുപടി പറഞ്ഞു. മകന്റെ രാഷ്ട്രീയം നോക്കട്ടെ, എനിക്ക് എന്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് എന്റെ മതമാണ് എന്ന് വരെ അദ്ദേഹം പറയേണ്ടത്. അദ്ദേഹത്തിന് 80-ലധികം വയസ്സുണ്ട്, രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ പട്ടികയിൽ പെടുത്താവുന്ന നേതാക്കന്മാരെ അവരുടെ ജീവിത സായാഹ്നത്തിൽ അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന BJPക്ക് എതിരായിട്ട് കൂടിയായിരിക്കും പത്തനംതിട്ട ജില്ലയിലെ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. എനിക്കതിന്റെ എനിക്ക് അദ്ദേഹത്തെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. നന്ദകുമാർ പറഞ്ഞത് എന്നോട് പ്രതികരിക്കാൻ, ഒന്നാമത് നന്ദകുമാറിനെ ഞാൻ അറിയില്ല എന്നത് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ എനിക്കറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, ഊഹിച്ച് പറയുന്നതിന്റെ ഒരു കാര്യമല്ലല്ലോ. അതൊന്നും നിലം തൊട്ടിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ആരോപണം പോലും നിലനിന്നിട്ടില്ലല്ലോ. അറിഞ്ഞൂടാ. NDAയിലേക്ക് അതെ. അതായത് 2014-ലും 19-ലും ഉണ്ടായ മോദി പ്രഭാവം, മോദി ഇഫക്റ്റ് ഇപ്പോൾ ഇല്ല. മാത്രമല്ല മോഡി പീക്ക് ചെയ്തു, അദ്ദേഹത്തിന് എത്താവുന്ന ഏറ്റവും വലിയ ഉയരത്തിലേക്ക് എത്തി. അതിന് പീറ്റർ പ്രിൻസിപ്പിൾ എന്ന് പറയും അതിൻ്റെ ഒരു മാനേജ്മെന്റിൽ. പിന്നെ മുകളിലേക്ക് കയറാൻ പറ്റില്ല, താഴത്തേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ. ഞാനിതൊരു സംവാദം എന്നൊക്കെ
പറഞ്ഞുകൊണ്ട് പറയാം, ഡേവിഡ് ലോ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിലെ. അദ്ദേഹം ഈ കാർട്ടൂണിയുടെ ഏറ്റവും വലിയൊരു ആളാണ്, നിങ്ങൾക്കെല്ലാം പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചു നിൽക്കുന്ന വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഒരു കാർട്ടൂൺ വരച്ചു. അതൊരു വലിയ ഒരു കൊടുമുടിയുടെ മുകളിൽ ചർച്ചിൽ നിൽക്കുന്നതായിട്ടാണ് വരച്ചത്. പക്ഷെ എല്ലാവരും അത് ചർച്ചിലിനെ പ്രകീർത്തിക്കുന്നതായിട്ടാണ് സാധാരണ വായനക്കാർക്ക് തോന്നിയത്. പക്ഷെ ചർച്ചിൽ മഹാപണ്ഡിതനും രസികനുമായിരുന്നല്ലോ. അദ്ദേഹത്തിന് അർത്ഥം മനസ്സിലായി. അടുത്ത കാല് വെച്ച താഴേക്കാണ്, താഴത്തേക്ക് പോകാൻ പറ്റും. അതുപോലെ മോഡി പിക്ക് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റെപ്പും ഇനി താഴത്തേക്കാണ്, മുകളിലേക്ക് ഇല്ല. അദ്ദേഹത്തിന്റെ ലെവലായി, സാച്ചുറേറ്റഡ് ആയി. കേട്ടില്ല. ഹലോ, ഡിഫെക്ഷൻ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പുതുമയല്ല. അല്ല, അത് അധികാരമുള്ളിടത്തേക്ക് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന ധാരാളം പ്രവണതകൾ ഉണ്ടായിരുന്നു. ആയാറാം ഗയാറാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഇപ്പോഴൊന്നും അല്ലല്ലോ. അധികാരത്തിന്റെ ഗുരുത്വാകർഷണം സഹിക്കാൻ പറ്റാത്ത ഇരുമ്പ് കഷ്ണങ്ങൾ ഉണ്ടാവാം എല്ലാ കാലത്തും. അതെ, ബി ജെ പിയുടെ ആ മാഗ്നറ്റ് വെച്ചിരിക്കുകയല്ലേ പലർക്കും, അത് മനസ്സിലായല്ലോ. അതല്ലേ ആന്റണിയുടെ മകൻ തന്നെ പോയത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് മനസ്സിലായില്ലേ. ഒരു മാഗ്നറ്റ് വെച്ചാൽ ചെറിയ ചെറിയ തുരുമ്പ് ഒക്കെയാണല്ലോ, ചെറിയ അയിരുകളാണല്ലോ പിടിക്കുക. ആരെ? കോൺഗ്രസ് ഒരു മഹാപ്രസ്ഥാനമല്ലേ, അത് നാള് വലിയ പോയിക്കൊണ്ടിരിക്കുകയല്ല. മാഗ്നറ്റിന് കറണ്ടില്ല, അതാ അപ്പൊ പഴയ സ്ട്രെങ്ത് അതിന്റെ ഇല്ല. മാഗ്നറ്റ് വീക്കായി. അത് ആ വീഡിയെന്നും പറയുന്ന കോപ്പർ വയർ ഒന്നും ശരിക്കും പിടിക്കുന്നില്ല. ഇലക്ട്രോ മാഗ്നറ്റ് ആണല്ലോ. ആ ഇലക്ട്രോ മാഗ്നറ്റിന് കൊടുക്കുന്ന കറണ്ടും കമ്പിയൊക്കെ ചീത്തയായിരിക്കും.